ഞാൻ ഒരു കഥ പറയട്ടെ. കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് ഞാൻ പറയാൻ പോകുന്നത്. നിധിയുടെ വീട്ടിൽ നിധിയുടെ അച്ഛനും ഏട്ടനും സുധീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സുധീഷിനെ നിർത്തി അപമാനിക്കുകയാണ് അച്ഛനും ഏട്ടനും. സുധീഷിനോട് അച്ഛൻ, നിന്റെ മുഖത്തെ രക്തപ്രസാദമെല്ലാം അങ്ങ് മാഞ്ഞു പോയല്ലോ. ഞങ്ങളൊപ്പം ഇരുന്ന് നിനക്ക് വർത്തമാനം പറയാറായോ? നിധി റൂമിൽ നിന്ന് ഇവരുടെ അടുത്തേക്ക് വരുന്നു. നിധിയെ കണ്ടുടനെ നിധിയുടെ അച്ഛൻ വാക്കുമാറ്റി. പിന്നെ സുധീഷിനെ പുകഴ്ത്തി പറയാൻ തുടങ്ങി. സുധീഷിന് രണ്ട് സ്വഭാവമാണല്ലേ, നല്ല തമാശ പറയുന്നുണ്ട് ഏത് കാര്യത്തിനും. നിധി പറഞ്ഞു, അവിടെ അങ്ങനെ തന്നെയാണ് അച്ഛാ, സുധീഷിനെ കുറിച്ച് തമാശ കൂടുതലാണെന്ന്. അങ്ങനെ 4 പേരും കൂടെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കും നിധിയുടെ അച്ഛൻ സുധീഷിനെ നിധി അറിയാതെ ദ്രോഹിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നിധി അറിയുന്നില്ല. നിധി ഒറ്റയ്ക്ക് റൂമിലിരിക്കുന്നു. അപ്പോഴാണ് നിധിയുടെ ഏട്ടത്തിയമ്മ കയറി വരുന്നത്. എന്താ നിധി ഒറ്റയ്ക്കിരിക്കുന്നത്? ഒന്നുമില്ല ഏട്ടത്തി, ഇവിടെയൊക്കെ ഒന്ന് നോക്കി കാണുകയാണ്. കുറേ നാളായല്ലോ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ട്. ഏട്ടത്തി നിധിയോട്, എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എങ്ങനെയാണ് അച്ഛനെ കണ്ടുമുട്ടിയതെന്ന് നിധിയോട് ഏട്ടത്തിയമ്മ ചോദിക്കുന്നുണ്ട്. നിധി, സുധീഷ് ഓട്ടം പോയപ്പോൾ കണ്ടതാണ്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് അച്ഛനെ ഹോട്ടലിലേക്ക് കൊണ്ടുവിട്ടതും സുധീഷാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, നിധി അച്ഛനെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയോ എന്ന് അച്ഛനോട് സുധീഷ് ചോദിച്ചു. ആ ചോദ്യമാണ് അച്ഛൻ വീട്ടിലേക്ക് വരാനുള്ള പ്രധാന കാരണം. അച്ഛൻ വന്നു, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറി, ചായ കുടിച്ചു, ഊണെല്ലാം കഴിച്ച് അച്ഛൻ അന്ന് അവിടെ കിടന്നുറങ്ങി. AC ഇല്ലാണ്ടിരുന്നിട്ട് പോലും അച്ഛൻ അവിടെയാണ് അന്ന് കിടന്നുറങ്ങിയത്. നിധിയുടെ ഏട്ടത്തി പറയുന്നുണ്ട്, നിനക്ക് സത്യങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞൂടെ? എന്നിട്ട് ഇവിടെ ഇരുന്നൂടെ? ഇനി അങ്ങോട്ട് തിരിച്ചു പോകണ്ടല്ലോ. അപ്പം നിധി പറഞ്ഞു, വേണ്ട ഏട്ടത്തി, ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ സുധീഷിൻ്റെ കൂടെ തിരിച്ചു പോകും. എനിക്ക് അവിടെ ഇരുന്നാലേ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ, ഇവിടെ ഇരുന്നാൽ ഒന്നും നടക്കില്ല എന്ന് ഏട്ടത്തിയോട് പറഞ്ഞു. ഏട്ടത്തി പറയുന്നുണ്ട്, എന്തിനാണ് നീ അവിടെ പോയി കഷ്ടപ്പെടുന്നത്? നിനക്ക് ഇവിടെ സുഖമായിട്ട് ഇവിടെ ഇരിക്കാമല്ലോ. നിധി അതിന് സമ്മതിക്കുന്നില്ല. ഏട്ടത്തി വീണ്ടും നിധിയോട്, നിനക്ക് പറയാൻ മടിയാണെങ്കിൽ വേണ്ട, ഞാൻ അച്ഛനോട് എല്ലാം സംസാരിക്കാം, എന്നിട്ട് നീ ഇവിടെ ഇരിക്കുകയെന്ന് പറയുന്നുണ്ട്. നിധി പറഞ്ഞു, വേണ്ട, ഞാൻ അവിടെ തന്നെ ഇരിക്കും. എനിക്ക് ആ വീട്ടിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടി സുഭാഷ് ഏട്ടനും അവിടെയുള്ളവരും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ജോലിക്ക് പോകും, അവിടെ തന്നെ ഇരിക്കും. എനിക്ക് അവിടെ ഒരു കുഴപ്പവുമില്ല. ഈ ടോപ്പിക് നമുക്ക് ഇവിടെ വെച്ച് നിർത്താമെന്ന് നിധി പറയുന്നുണ്ട്. ഏട്ടത്തി ചോദിച്ചു, നിന്റെ തീരുമാനം ഇതാണോ എന്ന്? എന്ന് നിധി പറഞ്ഞു. സുധീഷ് ഹരീഷിനെ ഫോണിൽ വിളിക്കുന്നു. ഹരീഷ്, എന്താണ്? സുധീഷ് ഹരീഷിനോട്, എന്താടാ ഡള്ളായി സംസാരം? ഹരീഷ്, ഒന്നുമില്ല, ഇവിടെ എല്ലാവർക്കും നല്ല സുഖമാണ്, സന്തോഷത്തോടെ കഴിയുന്നു. അത് മുടക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന്. സുധീഷിനോട് ഹരീഷ്, എങ്ങനെയാ അവിടെ എല്ലാവരും സ്നേഹിച്ച് കൊല്ലുന്നുണ്ടോ? അമ്മായിയപ്പനൊക്കെ നല്ല സ്നേഹമായിരിക്കും അല്ലേ? അത് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് സുധീഷ്. ഇവിടെ നിധി ഉള്ളപ്പോൾ നല്ലോണം സ്നേഹിക്കും, അല്ലെങ്കിൽ ഭയങ്കര അപമാനമാണ്, നിർത്തി അങ്ങ് അപമാനിക്കും, അത്രയല്ലേ ഉള്ളൂ എന്ന് ഹരീഷ്. വേറൊന്നും നിന്നെ ചെയ്തില്ലല്ലോ, എന്താടാ ഇങ്ങനെ പറയുന്നത് എന്ന് സുധീഷ്. അപ്പോഴേക്കും നിധി വന്ന് ഹരീഷിനോടും സുഭാഷ് ഏട്ടനോടും നികേഷിനോടെല്ലാം വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. അവിടുന്നും തിരിച്ച് ഇങ്ങോട്ടും സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. നിധി സുധീഷിനോട്, ഉറങ്ങാരാവുമ്പോൾ എൻ്റെ റൂമിൽ വന്ന് കിടന്നാൽ മതി. സുധീഷ് പറഞ്ഞത്, അതൊന്നും ശരിയാവില്ല, ഇവിടെ ഒറ്റയ്ക്ക് കിടന്നാൽ അവർക്ക് സംശയം തോന്നും, അതുകൊണ്ട് റൂമിൽ വന്ന് കിടന്നാൽ മതി, അവിടെ ധാരാളം സ്ഥലമുണ്ടെന്ന് നിധി പറഞ്ഞ് ഉള്ളിലോട്ട് പോയി. സുധീഷിന് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി.